കോടതി പരിഗണിച്ചിട്ടുണ്ട്. പൾസർ സുനി, അരുണിമ, ഇപ്പോൾ വരുന്ന വിവരം പൾസർ സുനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികൾക്കും 20 വർഷം തടവ് എന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു കേസിൽ ഇപ്പോഴാണ് ഹനിയം വർഗീസ് എന്ന ജഡ്ജി കോടതിയിലെത്തിയത്. അപ്പോൾ തന്നെ കേസിൽ വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. എല്ലാ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും 20 വർഷം വരെ തടവ് എന്ന ഒരു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക്, പൾസർ സുനി, മണികണ്ഠൻ, എച്ച് സലീം, വിജേഷ്, അതുപോലെ തന്നെ മാർട്ടിൻ, അതേപോലെ പ്രദീപ് തുടങ്ങിയ 6 പ്രതികൾക്കും 20 വർഷം തടവ് എന്നുള്ള ഒരു ശിക്ഷയാണ് വന്നിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. അതായത് നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു കാര്യവും പരിഗണിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ക്രൂരമായ ഒരു അതിക്രമം നടത്തിയ ഒരു പ്രതിക്കെതിരെ, അതായത് 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ക്രൂരമായ അതിക്രമത്തിൽ ഒരു ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുമെന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ശിക്ഷയും ഉണ്ടായില്ല. എല്ലാ പ്രതികൾക്കും ഒരേപോലെ 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും എന്നൊരു ശിക്ഷയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. എല്ലാ പ്രതികളും 50,000 രൂപ പിഴ എടുക്കാനും അതുപോലെ തന്നെ 20 വർഷത്തോളം കാലം ജയിലിൽ കഴിയാനുമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വിധി എന്ന് പറയുന്നത്. ഏറെ നിർണായകമായ ഒരു കേസിൽ, ഏറെ നിർണായകമായ ഒരു കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നുള്ളത് ഏറെ നിർണായകമാണ്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നത് കൂട്ടബലാത്സംഗത്തിന് 20 വർഷം തടവ് എന്നുള്ള ഒരു കാര്യമാണ്. കൂട്ടബലാത്സംഗം ചെയ്ത ഒരു കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ആ ഒരു തെളിവിന്, അല്ലെങ്കിൽ ആ ഒരു കേസിനാണ് ഇപ്പോൾ 20 വർഷം തടവ് എന്ന് പറയുന്ന ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോഴും മറ്റ് കുറ്റകൃത്യങ്ങൾ അവിടെ ബാക്കിയാണ്. അതായത് തടഞ്ഞു നിർത്തൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും പൾസർ സുനിക്കെതിരെ ചുമത്തിയിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു ശിക്ഷ വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിന് എല്ലാവർക്കും ഒരേപോലെ 20 വർഷം തടവ് എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പിഴ, ഇനിയൊരു കേസിൽ പിഴ ഒടുക്കിയില്ലെങ്കിലും, അതായത് 50,000 രൂപ പിഴ ഒടുക്കിയില്ലെങ്കിലും 1 വർഷം അധിക തടവ് അനുഭവിച്ചാൽ നൽകാനായി വിനയ ചേരുന്നുണ്ട്. വിനയ, നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് 20 വർഷമാണ് തടവ് ലഭിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാവിലെ പ്രോസിക്യൂഷൻ അടക്കം ബാധിച്ച ഒരു കാര്യം, ഈ പ്രതികൾക്ക് എല്ലാവർക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം തന്നെ തടവ് ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം. അത് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിയായി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും 20 വർഷം തന്നെ തടവ് ശിക്ഷ, കഠിന തടവ് തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 50,000 രൂപ പിഴയും നൽകാൻ വിധിച്ചിട്ടുണ്ട്. ഈ പിഴ നൽകാത്ത പക്ഷം 1 വർഷം അധിക തടവ് അനുഭവിക്കണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. രാവിലെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കായിരുന്നു കോടതി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച കാര്യം, ഈ പ്രതികൾ എല്ലാവരും ചെയ്ത തെറ്റ് ഒന്നല്ല, പൾസർ സുനി മാത്രമാണ് ബലാത്സംഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റ് പ്രതികളൊന്നും തന്നെ ബലാത്സംഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയുടെ ഇളവ് കുറയ്ക്കണമെന്ന് തന്നെയായിരുന്നു കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച വാദം. എന്നാൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം തന്നെ തുടക്കം മുതൽ ഉന്നയിച്ച കാര്യം, എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെ നൽകണം, 20 വർഷം തന്നെ തടവ് ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ കേസ് 3:30 പരിഗണിക്കുമെന്നായിരുന്നു കോടതി ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നീട് ഇപ്പോൾ 4:45 ഈ കേസ് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ ആദ്യം കോടതിയിൽ ജഡ്ജ് എത്തിയതിനു ശേഷം എല്ലാ പ്രതികളും ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. അതിനുശേഷം വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത് കേസാണിതെന്നും എല്ലാ പ്രതികളുടെയും പ്രായം പരിഗണിക്കണമെന്നും എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയുള്ള പ്രതികളാണെന്നും കോടതി പറയുന്നു. അതിനുശേഷമാണ് ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. ശിക്ഷാവിധിയിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും കോടതി പറയുന്നു, വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ അവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതികൾക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ നൽകിയിരിക്കുന്നത്. കൂടാതെ 50,000 രൂപ പിഴയും നൽകണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാത്രി മുതൽ തന്നെ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ, ഈ പ്രതികൾ കോടതി മുറിയിൽ കരയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതികളടക്കം തന്നെ ഉന്നയിക്കുന്ന കാര്യം, തന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം താൻ മാത്രമാണ്, തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം, തനിക്കൊരു അമ്മ
അമ്മ മാത്രമാണുള്ളത്. അമ്മ രോഗിയാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് വിനയ. നമുക്ക് വിവരങ്ങൾ നൽകാനായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നു. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. കേരളം ഒട്ടാകെ കാത്തിരുന്ന വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കൂട്ടബലാത്സംഗം എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ 20 വർഷം തടവ് എന്നൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് എല്ലാ പ്രതികളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നത്. അതിന് പുറമെ 50,000 രൂപ പിഴ എടുക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 376D കൂട്ടബലാത്സംഗം, IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കിൽ വെക്കൽ, IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തിലുള്ള ബലപ്രയോഗം, IPC 354B സ്ത്രീയെ നഗ്നയാക്കുക എന്നീ കുറ്റകൃത്യങ്ങളും, അതുപോലെ തന്നെ IPC 357 ക്രിമിനൽ ബലപ്രയോഗം എന്നീ കുറ്റകൃത്യങ്ങളും, അതിനു പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ IT നിയമപ്രകാരമുള്ള 5 വർഷ തടവ്, അധിക 5 വർഷ തടവ്, അത് എല്ലാ പ്രതികളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രതികൾക്കും 20 വർഷം തടവ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ കോടതി പറയുന്നത്. പക്ഷേ നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇരട്ട ജീവപര്യന്തമെങ്കിലും പൾസസുനിക്ക് ലഭിക്കണം എന്ന് തന്നെ ഒരു കാര്യമാണ്. കാരണം പൾസസുനിയുടെ പങ്ക് ഏറെ നിർണായകമായ ഒരു പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്ത, ഇത്രയും നീചമായ ഒരു കുറ്റകൃത്യം ചെയ്ത പൾസസുനിക്ക് എന്തായാലും ജീവപര്യന്തം നൽകണം എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഈ ഒരു വിധി പ്രഖ്യാപനത്തിൽ വന്നില്ല എന്ന് വേണം പറയാനായിട്ട്. എല്ലാ പ്രതികൾക്കും 20 വർഷം തടവ് മാത്രമാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രതികളും ഒരേപോലെ കൂട്ടബലാത്സംഗം എന്നൊരു കുറ്റകൃത്യത്തിലാണ് എല്ലാ പ്രതികൾക്കും ഒരുമിച്ചൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഒരു ശിക്ഷ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കിൽ വെക്കൽ, ബലപ്രയോഗം, സ്ത്രീയെ നഗ്നയാക്കുക തുടങ്ങി വകുപ്പുകളും IT നിയമപ്രകാരമുള്ള വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ IT നിയമപ്രകാരം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുക, ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങി കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. അത്തരം വകുപ്പുകളെല്ലാം തന്നെ ചുമത്തിയാണ് പ്രതികൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 വർഷം തടവും 50,000 രൂപ പിഴയും ഒടുക്കാനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ 50,000 രൂപയുടെ പിഴ ഒടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അധികമായി 1 വർഷം തടവ് അനുഭവിച്ചാൽ മതി എന്നും കോടതി പറയുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രതികളും ഒരുമിച്ച് ഈ ഒരു കേസിൽ 20 വർഷത്തോളം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആ ഒരു കാര്യവും അല്ലെങ്കിൽ അത്തരം ഒരു കാര്യവും പരിഗണിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്കറിയാം ഏറെ നിയമ നടപടികൾക്ക് ഒടുവിലാണ് ഈ കേസിൽ ഈ ഒരു പ്രതികളുടെ കുറ്റകൃത്യം തെളിയിക്കാനായത്. അതിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ, അല്ലെങ്കിൽ പൾസർ സുനിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു അല്ലെങ്കിൽ നടിയെ ആക്രമിച്ചു ബലാത്സംഗം ചെയ്തു എന്ന ഒരു കുറ്റകൃത്യത്തിന് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കോടതിയിൽ നിന്നും ഉണ്ടായില്ല എന്ന് വേണം കരുതാനായിട്ട്. കാരണം എല്ലാ പ്രതികൾക്കും ഒരുപോലെ 20 വർഷ തടവ് എന്നുള്ളൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഏറ്റവും കുറഞ്ഞത് 20 വർഷവും അല്ലെങ്കിൽ ജീവപര്യന്തമോ എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരു ഉത്തരം വന്നിരിക്കുന്നു. 20 വർഷ തടവ് എന്നുള്ള ഒരു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടത് ഈ ഒരു വിധിന്യായത്തിൽ എന്തൊക്കെയാണ്